നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരുമിച്ചൊരു യാത്ര പോവുകയാണ് 1960 ഫെബ്രുവരിയിലെ അഖണ്ഡ ജ്യോതിയുടെ താളുകളിലേക്ക്. പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള അറിവാണെങ്കിലും ഇത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് എത്രത്തോളം വെളിച്ചം തരുമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. ഈ അറിവിന്റെ ഉറവിടം നമുക്കെല്ലാം വഴികാട്ടിയായ യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? ഇന്നത്തെ നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം. യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അന്വേഷിച്ചു തുടങ്ങി നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തുന്നതുവരെ നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കും. നമുക്ക് നമ്മുടെയെല്ലാം ജീവിതത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സുഖമുണ്ട്, ദുഃഖമുണ്ട്, അല്ലേ? പക്ഷെ ഇതിനെല്ലാം അപ്പുറം നിലനിൽക്കുന്ന ഒരു സമാധാനത്തിനു വേണ്ടി നമ്മളെല്ലാവരും എപ്പോഴും ഒരു തെരച്ചിലിലാണ്. എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷം വേണം എന്നുണ്ടായിട്ടും അത് പലപ്പോഴും കിട്ടാക്കനിയായി മാറുന്നത്? അതിനുള്ള ഉത്തരത്തിലേക്കുള്ള ആദ്യത്തെ സൂചന ഇതാണ്: സുഖത്തെയും ദുഃഖത്തെയും ഒരേ മനസ്സോടെ കാണുക. ഇത് വെറുതെ പറയുന്നൊരു വാക്കല്ല. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ പതറാതെ നേരിടാനുള്ള ഒരു വലിയ രഹസ്യം ഇതിനുണ്ട്. അപ്പോ എന്താണ് നമ്മൾ ഈ പറയുന്ന സുഖവും യഥാർത്ഥ ശാന്തിയും തമ്മിലുള്ള വ്യത്യാസം? നോക്കൂ, സുഖമെന്ന് പറയുന്നത് എപ്പോഴും പുറത്തുള്ള കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒരു നല്ല ഭക്ഷണം, ഒരു സിനിമ, അതൊക്കെ കഴിയുമ്പോൾ ആ സുഖവും പോകും. പക്ഷെ ശാന്തി അങ്ങനെയല്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? പുറത്തല്ലെങ്കിൽ പിന്നെ എവിടെയാണീ സമാധാനം? അതിലേക്കുള്ള ശരിയായ വഴി ഏതാണ്? നമുക്ക് നോക്കാം. അതിനുള്ള ഉത്തരമാണ് ആത്മീയത. പക്ഷേ ആത്മീയത എന്ന് കേൾക്കുമ്പോൾ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായിട്ടൊന്നും ചിന്തിച്ചരുത്. അല്ല, ഇത് ജീവിതം എങ്ങനെ ധൈര്യത്തോടെയും വ്യക്തതയോടെയും ജീവിക്കണം എന്നതിനുള്ള ഒരു പ്രാക്ടിക്കൽ ഗൈഡാണ്, ഒരു ദിശാസൂചി പോലെ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ആത്മീയതയിലുണ്ട്. പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഇല്ലാതായെന്ന് വരില്ല, പക്ഷെ അവയെ നേരിടാനും അതിജീവിക്കാനുമുള്ള ഒരു പ്രത്യേക കരുത്ത് നമുക്ക് കിട്ടും. അതാണ് കാര്യം. അവിടെയാണ് ധർമ്മം എന്ന വാക്കിന് വലിയ പ്രസക്തി വരുന്നത്. നമ്മൾ ധർമ്മം എന്ന് കേൾക്കുമ്പോൾ സാധാരണയായി മതം എന്നൊക്കെയാണ് ചിന്തിക്കുക, അല്ലേ? പക്ഷെ അതല്ല. ശരിയായ രീതിയിൽ ജീവിക്കുന്നതിനെയാണ്, ഒരു ഉത്തമമായ ജീവിത രീതിയെയാണ് ഇവിടെ ധർമ്മമെന്ന് പറയുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ശരിയായിരിക്കുക എന്നർത്ഥം. അപ്പോൾ ധർമ്മം എന്ന ദിശാസൂചി നമുക്ക് കിട്ടി. ഇനി ആ വഴിയിലൂടെ എങ്ങനെ നടക്കണം? അതിനുള്ള പരിശീലനമാണ് സാധന. ഇത് മറ്റെവിടെയുമല്ല, നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ സാധനയ്ക്ക് കൃത്യമായ 4 പടികളുണ്ട്. ഒന്നാമതായി നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. പിന്നെ നമ്മുടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുക. അതിനുശേഷം ഒറ്റ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒടുവിലോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഗുരുവായി മാറും. എന്തൊരു മനോഹരമായ ആശയമാണെന്ന് നോക്കൂ. ഇതിനർത്ഥമെന്താണ്? യഥാർത്ഥ ആരാധന തുടങ്ങുന്നത് പുറത്തുള്ള പൂജകളിലല്ല, നമ്മുടെ ഉള്ളിലാണ്, ആത്മനിയന്ത്രണത്തിലാണ്. ആ ഒരു അടിത്തറയുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ളതിനെല്ലാം അർത്ഥമുണ്ടാകൂ. ഇതുവരെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്കായിരുന്നു നോക്കിയത്. ഇനി നമുക്ക് പുറത്തേക്ക് നോക്കാം. നമ്മൾ വ്യക്തിപരമായി വളരുന്നതുകൊണ്ട് ഈ ലോകത്തിന് എന്തു പ്രയോജനമാണുള്ളത്? നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണം? ഉത്തരം വളരെ വ്യക്തമാണ്. നമ്മുടെ ലക്ഷ്യം സ്വന്തം മോക്ഷം മാത്രമല്ല, ഒരിക്കലുമല്ല. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന്റെ ഉന്നമനമാണ്. മറ്റുള്ളവരെ സേവിക്കുന്നതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. കാരണം കൊടുക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും സംതൃപ്തി കിട്ടുന്നത്, അല്ലേ? അങ്ങനെയുള്ളവരെയാണ് സ്വർഗത്തിന്റെ മക്കൾ എന്ന് വിളിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, ലോകത്തെ അതിന്റെ ദുരിതങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവർ. എന്തൊരു വലിയ ശക്തമായ സങ്കല്പമാണത്. ശരി, അപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ അവസാനത്തിലേക്ക് എത്തുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കൊന്നുകൂടി ഒന്ന് ഓർത്തു നോക്കിയാലോ? അപ്പോൾ നമ്മുടെ ഈ ആത്മീയ യാത്രയുടെ കാതൽ എന്താണ്? ഒന്നാമതായി, സുഖത്തിലും ദുഃഖത്തിലും സമചിത്തത പാലിച്ച് യഥാർത്ഥ സമാധാനം തേടുക. അതിന് നമ്മളെ സഹായിക്കുന്ന വഴികാട്ടിയാണ് ധർമ്മം. ആ വഴിയിലൂടെ നടക്കാൻ വേണ്ടതാണ് ആന്തരിക അച്ചടക്കം. അവസാനം ഇതെല്ലാം നമ്മളെ എവിടെ എത്തിക്കണം? ലോകത്തെ സേവിക്കുന്ന, ലോകത്തിന് വെളിച്ചം നൽകുന്ന ഒരു ശക്തിയായി നമ്മൾ മാറണം. അപ്പോൾ പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം മാത്രം. ഇന്ന് കേട്ട ഈ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നാളെ മുതൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്ന ആ ഒരേ ഒരു കാര്യം എന്തായിരിക്കും? ഒന്ന് മനസ്സിലിട്ട് ചിന്തിക്കുക. ആ ഒരു ചിന്തയോടെ ഞാൻ നിർത്തുന്നു. നന്ദി.